നമസ്കാരം നാഗാദേവി. ദേവി, എനിക്ക് മെസ്സേജ് അയച്ചത് എനിക്ക് പിന്നെ നോക്കാൻ പറ്റില്ല. എനിക്ക് വാട്സാപ്പ് ഇല്ലല്ലോ. അത് ഞാൻ കട്ടാക്കി കളഞ്ഞായിരുന്നല്ലോ. അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു ദേവിയോട്. ദേവി അത് ഓർക്കണുണ്ടാവില്ല. പിന്നെ ചേട്ടൻ്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് ഇന്നലെയാണ് ചേട്ടനത് കണ്ടത്. ഇന്നലെ കണ്ടപ്പോൾ തന്നെ എന്നോട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടു. ലൈവിൽ ശനിയാഴ്ചത്തെ ലൈവ് ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. ഫോൺ അധികം യൂസ് ചെയ്യാറില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇടയ്ക്ക് വെക്കുമ്പോൾ ദേവിയുടെ ലൈവ് കാണണമെങ്കിൽ അതങ്ങ് കേൾക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് മെസ്സേജ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനൊരു മാസം മുമ്പ് മക്കളോട് പറയായിരുന്നു, എനിക്ക് സാധാരണ ഇപ്പോൾ ഒന്നിനോടും അങ്ങനെ എനിക്കൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഒന്നും ഞാൻ ആരോടും ആവശ്യപ്പെടാറില്ല. പക്ഷെ എനിക്ക് മൂക്കുത്തി ഒരെണ്ണം വേണമെന്ന് ഒരാഗ്രഹം തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇളയവൾ എന്നോട് പറഞ്ഞു, അത് ഭയങ്കര വേദനയാമ്മേ മൂക്ക് കുത്തുമ്പോൾ. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എനിക്കെന്തോ അങ്ങനെ മൂക്ക് കുത്തണമെന്നൊരാഗ്രഹം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് പറഞ്ഞ് പിന്നെ അത് മറന്നുപോയി. അങ്ങനെ ആഗ്രഹം പറഞ്ഞെങ്കിലും പിന്നെ മറന്നുപോയി. ഇപ്പം ഇത് കേട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ ആഗ്രഹിച്ചു, അത് ദേവി എനിക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഭയങ്കര അത്ഭുതം. ഇപ്പോഴും അതേ അത്ഭുതത്തിൽ തന്നെയാണ് ഞാൻ. എന്താ പറയേണ്ടത് ഒന്നും എനിക്കറിയില്ല. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം അത് കേട്ടപ്പോൾ എനിക്ക്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു സമ്മാനം എനിക്ക് വാങ്ങി വെച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം.